ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും സാക്ഷ്യം പറയാൻ തന്ന അവസരത്തിനായിട്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഞാൻ ആദ്യമായി, എൻ്റെ പേര് ബീന തോമസ്, ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 3 കുഞ്ഞുങ്ങൾ, ഇതെൻ്റെ മമ്മി. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് നവംബർ 4, 2023 ഞാനിപ്പം ഇവിടെ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ അയർലൻഡിലേക്ക് പോയി. അവിടെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെ ഒരു എക്സാം ഉണ്ട്, RCSI ആപ്റ്റിറ്റ്യൂഡ് എക്സാം. അത് ഞാൻ 2 വട്ടം എക്സാം എഴുതി, 2 വട്ടവും ഫെയിലായി. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നില്ല. കാരണം അവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. 14 സ്റ്റേഷൻസ് ഉണ്ട് ഞങ്ങൾക്ക്. ആ 14 സ്റ്റേഷനും നമുക്ക് പാസ്സാകണം. പക്ഷേ അവിടെ എല്ലാം ഭയങ്കര സ്ട്രിക്റ്റായ കാരണം ഞാൻ ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിച്ചില്ല ആദ്യ സമയത്ത്. പിന്നീട് ഞാൻ 2 വട്ടവും ഫെയിലായി കഴിഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ ആ എക്സാം 14 സ്റ്റേഷനും ഞാൻ പാസ്സായി. അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ്. അത് ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് എല്ലാ ജനങ്ങളോടും പറയാനുള്ളത്, ഉടമ്പടി വസ്തുക്കൾക്ക് ഭയങ്കര ശക്തിയാണെന്ന് അത് മുഖാന്തരം ഞാൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഞാൻ എക്സാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് 2 വട്ടം ഞാൻ ഫെയിലായപ്പം ഇവിടെ നിന്നും ഞാൻ വേറെ ഒരു വർക്കിംഗ് പ്ലേസിലോട്ടാണ് ഞാൻ ജോലി കിട്ടി പോയത്. പക്ഷേ 2 വട്ടം ഫെയിലായപ്പോഴും അവർക്ക് എന്നോടുള്ള ഇംപ്രഷൻസ് മൊത്തവും പോയി. അങ്ങനെ അവർക്ക് ജോലിയിൽ വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. HSC ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് HSC എല്ലാം ഫ്രീസാക്കി വെച്ചിരിക്കുകയായിരുന്നു. എങ്ങും ഇൻ്റർവ്യൂ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു നേഴ്സിംഗ് ഹോമിലോട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് അവിടെയാണ് ജോലി വിധിച്ചിരുന്നത്. ഞാൻ ആദ്യം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. എൻ്റെ മാതാവ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ അവിടെ ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ അതായത് ഒരു അർഹതയുമില്ലാത്ത എനിക്ക് എൻ്റെ രോഗികളെയെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമായിരുന്നു. എനിക്ക് ഒരു അർഹതയുമില്ലാത്ത എനിക്ക് CNM പോസ്റ്റ് കിട്ടി. അതായത് ക്ലിനിക്കൽ നേഴ്സ് മാനേജറായിട്ട് പോസ്റ്റ് കിട്ടി. അയർലൻഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഒരിക്കലും ഒരു 7 മാസമായ ഒരാൾക്ക് ക്ലിനിക്കൽ നേഴ്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം ഒരുപാട് ദൈവത്തോടടുത്തു. എൻ്റെ അമ്മ മാതാവിനോടടുത്തു. എന്തൊരു ആപത്ത് വന്നാലും അമ്മ മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഈ പോസ്റ്റിന് ഓഫർ കിട്ടി. എനിക്ക് ഫെബ്രുവരി 17 ഇൻ്റർവ്യൂ. മാർച്ച് 10 ഞാൻ ക്ലിനിക്കൽ നേഴ്സ് മാനേജറായിട്ട് ചാർജ് ഏറ്റെടുത്തു. ഒരിക്കലും ജീവിതത്തിൽ എല്ലാവർക്കും, നേഴ്സായിട്ടുള്ളവർക്ക്, അയർലൻഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, 2 വർഷം കഴിയാത്തവർക്ക് ഒരിക്കലും ഈ പോസ്റ്റ് കിട്ടത്തില്ല. അതും അത്ര സ്മാർട്ടായിട്ടുള്ളവർക്ക്. ഞാൻ ആദ്യത്തെ ആ ഒരു വർക്കിംഗ് പ്ലേസിൽ ഞാൻ വന്നിരുന്നു എങ്കിൽ എനിക്ക് ഈ പോസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ ഫെയിലൊക്കെ വന്നത് എൻ്റെ അമ്മ മാതാവിൻ്റെ, എൻ്റെ ഈശോയുടെയും ഒരു അനുഗ്രഹമായിരുന്നു. ഞാൻ ഒത്തിരി വിഷമിച്ചു. ഫെയിലായപ്പോഴൊക്കെ RCSI ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ഫെയിലായപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു. എന്താണ് എനിക്കിങ്ങനെ പരീക്ഷണങ്ങളെന്ന്. പക്ഷേ ഇതെല്ലാം നമുക്കൊരു അവസാനം ഒരു നല്ല നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. പിന്നെ എനിക്കങ്ങനെ ഞാനിപ്പോൾ ആ ഒരു പോസ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. ഭയങ്കര അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. സമയക്കുറവ് കാരണം ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. മാനേജ്മെൻറ്റിനൊക്കെ എന്നെ ഭയങ്കര കാര്യമാണ്. അതെൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഈ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മമ്മിയുടെ റൈറ്റ് കാൽപ്പത്തിയിൽ ഒരു വലിയ മുഴ വന്നു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടാണ് മമ്മിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്.
കൊണ്ടുപോയപ്പോൾ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു ഇത് സർജറിക്ക് റെഫർ ചെയ്യണം, എന്നിട്ട് കീറിക്കളയണമെന്ന് പറഞ്ഞു. അമ്മച്ചി ഒരിക്കലും ഒന്നിനും അടുക്കുന്നില്ല, ഒരിക്കലും അതെനിക്ക് വേണ്ട, ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയോട്, എൻ്റെ മമ്മിയുടെ കരച്ചിൽ എനിക്ക് കാണാൻ വയ്യ, എനിക്ക് ഈ വിഷമം എനിക്ക് കാണാൻ വയ്യ, അമ്മ മാതാവ് ആ മുഴ മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾ ആ മുഴ അങ്ങനെ തന്നെ നീണ്ടു നിന്നു. എൻ്റെ ആങ്ങളയുടെ കൂടെയാണ് മമ്മി താമസിക്കുന്നത്. ആങ്ങളയുടെ മക്കൾ ഒരു ദിവസം രാവിലെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിയുടെ കാലയിൽ മുഴ കാണുന്നില്ലല്ലോ, എന്ത് ചെയ്യുന്നു? അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ആക്ച്വലി എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടായിരുന്നു മുഴയുടെയൊക്കെ, ഞാൻ മൊബൈലിലുണ്ട്, ഇനിയിപ്പം കാണിക്കുന്നില്ല. ഞാൻ അയർലൻഡിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നു, അത് പെട്ടിയിലിരിക്കുവാണ്, എടുത്തിട്ടില്ല. വലിയൊരു മുഴയാണ്. അത് അപ്രത്യക്ഷമായെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതൊരു ഇമ്പോസിബിളാണ്. അമ്മ മാതാവിനാൽ അസാധ്യമായിട്ടുള്ളത്, ഈശോയുടെയും അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. എനിക്ക് എല്ലാ ജനങ്ങളോടും പറയാനുള്ളത് ഇതാണ്, ആ മുഴ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല. അമ്മച്ചിയുടെ ഇന്ന് കാൽപ്പത്തി പരക്കെയാണിരിക്കുന്നത്, ഒരു മുഴയില്ല, ഒന്നും തന്നെയില്ല. ഇതാണ് എൻ്റെ വലിയേറിയ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ മകനാണ്. ഈ മകൻ്റെ മുഖം ഒഴിച്ച് ബാക്കി ദേഹമെല്ലാം ചൊറിഞ്ഞളിഞ്ഞ് പൊട്ടി ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ലോകത്തുള്ള എല്ലാ ഹോസ്പിറ്റലും ആയുർവേദവും ഈ കുഞ്ഞ് കഴിച്ചു. ഈ കുഞ്ഞിനിപ്പോൾ 12 വയസ്സുണ്ട്. 9 വയസ്സിലാണ് തുടങ്ങിയത് ഈ ഒരു ചൊറിച്ചിലുമെല്ലാം. ഒരുപാട് മരുന്നുകൾ കഴിച്ചു. അവസാനം ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനിയും ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോകുന്നില്ല, എല്ലായിടത്തും കൊണ്ടുപോയിട്ട് വരുമ്പോഴും ഒരു മാസം വരെ കുഞ്ഞിന് ഒരു ചെറിയ ചൊറിച്ചിലിനൊക്കെ ഭേദമുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ടാകും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാർ പറയും ഇന്നടത്ത് വലിയൊരു ഹോസ്പിറ്റലുണ്ട്, ആയുർവേദമുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോടും. അങ്ങനെ എല്ലാത്തടത്തെ മരുന്നുകൾ മൊത്തം ഈ കുഞ്ഞ് കഴിച്ചു. അവസാനം കുഞ്ഞിന് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, അതായത് ഭയങ്കരമായിട്ട് കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. ഉള്ളവരെല്ലാം ഈ ചൊറിഞ്ഞളിഞ്ഞിരിക്കുന്ന ശരീരത്തിൽ കുഞ്ഞ് ജീൻസ് പാൻറ്റും എല്ലാം ഇട്ടുകൊണ്ട് പോകും. കാരണം കൂട്ടുകാരെല്ലാം കളിയാക്കുമായിരുന്നു കുഞ്ഞിനെ, അതായത് അടുത്തിരിക്കാനൊക്കെ മടി കാണിച്ചിരുന്നു കുഞ്ഞിനോട്, അതായത് മാറിയിരിക്കാനൊക്കെ പറയുമായിരുന്നു. അങ്ങനെ കുഞ്ഞ് പറഞ്ഞു എനിക്ക് സോക്സ് വേണം, എനിക്ക് പാൻറ്റ് ഇട്ടുകൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് അവന് നിർബന്ധമായിട്ട് അത് ചെയ്തു. അങ്ങനെ അവസാനം എൻ്റെ ഈ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്നു. ജോസപ്പച്ചനെ കുഞ്ഞിനെ കാണിച്ചു. കുഞ്ഞിന് എപ്പോഴും ഇൻഫെക്ഷനായിട്ടായിരുന്നു ഇതിരുന്നത്, എപ്പോഴും പനി വരും. ജോസപ്പച്ചൻ തലയിൽ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴും 40 ഡിഗ്രി പനിയിലാണ് കുഞ്ഞിനെ ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത്. ജോസപ്പച്ചൻ പിടിച്ച് പ്രാർത്ഥിച്ചു, ഒന്നും ഭയപ്പെടേണ്ട, ഇത് സൗഖ്യമാകുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് കുഞ്ഞിന് നേർച്ച വസ്തുക്കളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. നല്ല രീതിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും നല്ല ശക്തമായിട്ട് ആത്മീയമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ പേരിൽ കുഞ്ഞിന് സൗഖ്യമായി. കുഞ്ഞിൻ്റെ ദേഹത്തും കയ്യിലും എല്ലായിടത്തും ഉണ്ടായിരുന്നു. കാലെല്ലാം അത്രമാത്രം ഭയങ്കരമായിട്ട് കണ്ടാൽ സെല്ലുലൈറ്റിസ് അതുപോലെയാണ് കുഞ്ഞിൻ്റെ കാലൊക്കെ ഇരുന്നത്. കുഞ്ഞിൻ്റെ ഇപ്പം ഒന്നും തന്നെ ഇല്ല ദേഹത്തും. എത്ര ഫുഡ് കഴിച്ചാലും ഒന്നും കുഞ്ഞിന് കുഴപ്പമില്ല, ഒരു പ്രശ്നങ്ങളും കുഞ്ഞിനില്ല. ഇതെല്ലാം നടത്തി എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി. അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ഞാൻ സാക്ഷിയാണ്. അമ്മ മാതാവിനോട് നമ്മൾ ശക്തമായിട്ട്, അതായത് വിശ്വസിക്കണം, അല്ലാതെ ചുമ്മാതെ പേരിന് വേണ്ടി നമ്മുടെ കാര്യം സാധിക്കാനല്ല. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ അമ്മ ഇറങ്ങി വരും, അതിന് ഉറപ്പാണ് ഞാൻ. എൻ്റെ ജീവിതം മൊത്തവും ഈ അമ്മ മാതാവാണ്. എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ്സാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവ് എനിക്ക് തരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മോൻ 10ാം ക്ലാസ്സിലായിരുന്നു. ഇപ്രാവശ്യം CBSE സിലബസ്. കുഞ്ഞ് പഠിക്കത്തില്ലായിരുന്നു. 8ാം ക്ലാസ് തൊട്ട് കുഞ്ഞ് ഒത്തിരി ഉഴപ്പുമായിരുന്നു. പഠിത്തമെന്ന് പറയുന്നത് ആശാൻ കുഞ്ഞ് മിടുക്കനാണ്, പക്ഷേ പഠിക്കത്തില്ല. ഈ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 8ാം ക്ലാസ് തൊട്ട് ആശാൻ ഒന്നും തന്നെ പഠിക്കുവോ ഒന്നും ഒരു ഇതില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പോൾ ഈ പ്രാവശ്യം CBSE സിലബസ് മോഡൽ പരീക്ഷ സമയത്ത് പോലും കുഞ്ഞിൻ്റെ മാർക്ക് ഞാനിവിടെ അനൗൺസ് ചെയ്യാം. 25ലും 50ലും 60ലും ഒക്കെ കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരുന്ന മാർക്ക് 8 കിട്ടുമായിരുന്നു. എനിക്കൊരു നാണക്കേടുമില്ല എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ പറയാൻ. പിന്നെ ചില വിഷയങ്ങൾക്ക് മാത്രം 42ഒക്കെ കിട്ടുമായിരുന്നു. കണക്ക്, ഇംഗ്ലീഷ് അങ്ങനെയുള്ള വിഷയങ്ങൾക്കെല്ലാം കുഞ്ഞിന്
12, 9, 8 ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന്. ഞാൻ ഒരുപാട് വിഷമിച്ചു. മാതാവിനോട് കരഞ്ഞു കൂവി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞിന് നല്ല മാർക്ക് കിട്ടി അവൻ പാസ്സാവണം. CBSE നല്ല പ്രയാസമാണെന്ന് എനിക്കറിയാം. എൻ്റെ അമ്മ മാതാവ് അവന് ടോപ്പ് മാർക്ക് തന്നെ കിട്ടി. ഈ പരീക്ഷയിൽ കുഞ്ഞ് 10ാം ക്ലാസ്സിന് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു. ഹോൾ ടിക്കറ്റ് എല്ലാം അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചെടുപ്പിച്ചു. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് നല്ല മാർക്കോടുകൂടി ടോപ്പ് മാർക്ക് CBSEയിൽ. ഒരിക്കലും ആർക്കും ഈ പറയുന്ന അമ്മയ്ക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ മാർക്ക്. അത് അമ്മ മാതാവിൻ്റെ ഇടപെടലും മാത്രമാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്കറിയാം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. കുഞ്ഞും പഠിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഈ ഇടപെടലിൽ എൻ്റെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കുഞ്ഞിന് 82% മാർക്കുണ്ട് CBSE സിലബസിൽ. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ അയർലൻഡിൽ നിന്ന് വന്നിരിക്കുന്നത് തന്നെ സാക്ഷ്യം പറയാനും പിന്നെ എൻ്റെ ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെയും കുഞ്ഞുങ്ങളുടെയും വിസായും ടിക്കറ്റും എല്ലാം റെഡിയായി. എൻ്റെ മാതാവ് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഓഗസ്റ്റ് 6 ഞങ്ങൾ അയർലൻഡിലേക്ക് പോവുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും. മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അമ്മ മാതാവ് സഹായിയായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. മമ്മിക്ക് ഞാനൊരു ചെറിയ ഭവനം വെച്ചു കൊടുത്തിരുന്നു. ആ ഭവനം എൻ്റെ അമ്മ മാതാവ് തന്നതാണ്. ആ വീട് വെച്ചത് തന്നെ വീടിൻ്റെ വെഞ്ചരിച്ച അമ്മയുടെ കാശുരൂപം ഇട്ടാണ് ഞാൻ കല്ലിട്ടേക്കുന്നത്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന എൻ്റെ ഈ മമ്മിക്ക് അമ്മ മാതാവ് കൂട്ടുണ്ടെന്നുള്ളത് ഉറച്ച വിശ്വാസമാണ് എനിക്ക്. എന്തുണ്ടെങ്കിലും അമ്മ മാതാവുണ്ട്. മമ്മിക്ക് വേറെ ആരും സഹായം വേണ്ട. എൻ്റെ അമ്മ മാതാവുണ്ട് മമ്മിയുടെ കൂടെ എന്നാണ് ഞാൻ പറയുന്നത്. ആ ഭവനത്തിൽ ഞാൻ വീട്ടുപേര് പോലും ഞാൻ തട്ടാശ്ശേരിയിൽ പ്രാട്ടാശ്ശേരിയിൽ കൃപാസനം എന്നാണ് ഞാൻ ആ ഭവനത്തിന് പേരിട്ടേക്കുന്നത്. കാരണം അത്രയ്ക്ക് എനിക്ക് വിശ്വാസത്തിലുള്ളൊരു ഭവനമാണത്. ഞാൻ പോയ സമയത്താണ് ആ ഒരു കാശിൻ്റെയൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അമ്മ മാതാവ് എനിക്ക് എല്ലാ പ്രയാസങ്ങളും മാറ്റി ഒരു കൊച്ചു ഭവനം വയ്ക്കുവാൻ എനിക്ക് ദൈവം മാതാവും എൻ്റെ ഈശോയും ഇടയാക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നിന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പത്രമെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ അയർലൻഡിലേക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് കാരുണ്യ പ്രവർത്തികൾ ഞാനിവിടെ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്കിംഗ് പ്ലേസിൽ ഞാൻ രോഗികളെ ഒരു സ്റ്റാഫ്സ് പോലും ചെയ്യാത്ത പണികളാണ് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്നത്. എനിക്ക് ഈ പോസ്റ്റ് കിട്ടിയിട്ട് പോലും ക്ലിനിക്കൽ നേഴ്സ് മാനേജറായിട്ട് പോസ്റ്റ്, അതായത് നേഴ്സുമാർ എൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നിരുന്നിട്ട് പോലും എനിക്ക് സൂപ്പർവിഷനാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു നേഴ്സിൽ അധികമായിട്ട് ഞാൻ രോഗികളെ ഞാൻ കെയർ ചെയ്യും. അവർക്ക് ഫാമിലീസിനൊക്കെ എന്നെ ജീവനാണ്. കാരണം ഞാൻ അത്രമായിട്ട് ഞാൻ കാരുണ്യ പ്രവർത്തികൾ രോഗികൾക്ക് ചെയ്യും. എൻ്റെ ഫാമിലി എന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ കാണുന്നത്. ഒരു രോഗികൾക്ക് പോലും മറ്റുള്ളവർ ഒരു ദേഷ്യത്തിൽ ഇടപെട്ടാൽ പോലും ഞാൻ അവരോട് വഴക്ക് പറഞ്ഞ് എൻ്റെ രോഗികളാണ്, എൻ്റെ വീട്ടുകാരെന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ ശുശ്രൂഷിക്കുന്നത്. അതുകൂടാതെ എനിക്ക് ഈ ഉടമ്പടിയിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡ് അത്ര പ്രാർത്ഥിക്കുന്ന ആളല്ലായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ ഒത്തിരി ആത്മീയമായിട്ട് 8 ഉടമ്പടി പുതുക്കി. ഒരാഴ്ചയ്ക്ക് മുന്നേ ഇവിടെ വന്ന് 8ാമത്തെ ഉടമ്പടി പുതുക്കി. ആത്മീയമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഒത്തിരി മുന്നേറിയിരിക്കുകയാണ്. ഈ ഉടമ്പടി കാരണമാണ്. അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥനയൊന്നും എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലോ ഇല്ലായിരുന്നു. ഞങ്ങളിനി മുന്നോട്ടും മരണം വരെ അയർലൻഡിൽ ചെന്നാലും മരണം വരെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഹസ്ബൻഡും അമ്മയുടെ ജീവിതത്തിൽ തന്നെ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ജീവിക്കും. അതിനിയും എത്ര വർഷം കഴിഞ്ഞ് വന്നാലും ആ മരണം വരെ ഞങ്ങൾ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ യേശുവിനും 1000 നന്ദി. 1 സാമുവേൽ 12:14 നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും നിങ്ങളും നിങ്ങളെ ഭരിക്കുന്ന രാജാവും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും. ബീന എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ ദൈവാനുഭവങ്ങളെ, അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളെ സന്തോഷത്തോടെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ ആദ്യം സ്വന്തം അനുഭവം തന്നെയാണ് പങ്കുവച്ചത്.
പലതവണ പരീക്ഷ എഴുതി അയർലൻഡിലെ നേഴ്സിംഗ് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള പരീക്ഷ പാസ്സാകാൻ പറ്റാതെ ഏറെ ക്ലേശത്തിലായ കാര്യങ്ങൾ, ഉടമ്പടി ജീവിതത്തിലൂടെ പിന്നീട് അത് പരീക്ഷ നേടിയെടുക്കുവാനായിട്ട് സാധിച്ച സാഹചര്യങ്ങൾ, പിന്നീട് ചുരുക്കം നാളുകൾക്കുള്ളിൽ 7 മാസത്തിനുള്ളിൽ തന്നെ ക്ലിനിക്കൽ നേഴ്സ് മാനേജർ എന്ന പദവിയിലേക്ക് മകളെ അമ്മ മാതാവ് ഉയർത്തുകയും അത് കൂടുതൽ നന്നായി രോഗികളെ ഓരോരുത്തർക്കും സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ കണ്ട് തിഷ്ഠതയോടെ സ്നേഹത്തോടു കൂടി ശുശ്രൂഷിക്കുവാനായി ഉടമ്പടി ജീവിതം മകളെ എങ്ങനെ സഹായിച്ചുവെന്നും സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചു. മകൾ നഴ്സുമാരുടെ പ്രവൃത്തികളെ പരിശോധിക്കുക, സൂപ്പർവൈസ് ചെയ്യുക എന്നതാണ് ഉത്തരവാദിത്തമെങ്കിലും അതിനേക്കാൾ ഉപരി ഓരോ രോഗിയോടും ദൈവികമായ സ്നേഹത്തോടെ സൗഖ്യപ്പെടുത്തുന്ന സ്പർശനങ്ങളോടെ അവരുടെ ജീവിതത്തിൽ ഇടപെടുവാനും അവരെ പ്രത്യാശയോടുകൂടി രോഗക്ലേശങ്ങളുടെ നാളുകൾ മുന്നോട്ട് നയിക്കുവാനും സൗഖ്യപ്പെടുമെന്ന പ്രത്യാശ നിരന്തരം കൈമാറിക്കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സഹോദരിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച സവിശേഷമായ ചൈതന്യത്തെയും ധൈര്യത്തെയും സന്മനസ്സിനെയും ഒക്കെ വാക്കുകളിലൂടെ ഇവിടെ പങ്കുവെക്കുകയായിരുന്നു. മറ്റൊന്ന്, സഹോദരി മോൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. പഠനത്തിന് ഏറെ പരിമിതി ഉണ്ടായിരുന്നൊരു മകൻ, പഠിച്ചാലും മാർക്ക് ലഭിക്കാതെ ക്ലേശിച്ചിരുന്ന മകൻ, അവൻ്റെ പഠനം എങ്ങനെ മുന്നോട്ട് പോകും എന്നേറെ ആകുലതയോടുകൂടി കണ്ടിരുന്ന മകൻ അവിടെ ജോസഫ് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് അച്ഛൻ തലയിൽ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെയും ഒരു കാശുരൂപം കൊടുത്തും മകൻ്റെ പഠന മേഖലകളിലുള്ള കുറവുകളെ മാറും, അത് അമ്മ മാതാവ് സഹായിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത തിരികെ അയച്ചതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. പരീക്ഷ വന്ന സമയത്ത് വീണ്ടും ഹോൾ ടിക്കറ്റായി വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലും പരീക്ഷാ വിജയ പ്രാർത്ഥനയിലും മകൻ പങ്കുചേർന്ന് അതും വലിയ പ്രത്യാശയുടെ ഓരോ നിമിഷവും എൻ്റെ അമ്മ മാതാവും ഈശോയും എൻ്റെ മകൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും എഴുതുന്ന പരീക്ഷകൾക്ക് ഓരോന്നിനും അവന് തക്കതായ അനുഗ്രഹം കൈമാറിക്കൊണ്ട് അവൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കുകയും ചെയ്യുമെന്ന ഉറച്ച ബോധ്യത്തിലും വിശ്വാസത്തിലുമാണ് അച്ഛൻ്റെ കൈവെപ്പും പ്രാർത്ഥനയും സ്വീകരിച്ച് പോയതെന്ന് സഹോദരി സൂചിപ്പിച്ചു. സഹോദരി പറയുന്നുണ്ട് 8, 9, 11, 12 ഒക്കെ മാർക്ക് ലഭിച്ചിരുന്ന വിഷയങ്ങളാണ് അവൻ്റെ ഫൈനൽ എക്സാം, ബോർഡ് എക്സാം കഴിയുമ്പോൾ 82% മാർക്കോടുകൂടി അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും അത്ഭുതകരമായ ഇടപെടലോടുകൂടി മകന് നല്ല വിജയം, മികച്ച വിജയം നേടുവാൻ തക്കവിധം അവനെ സഹായിച്ചതിനെയാണ് ഇവിടെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു രോഗാവസ്ഥ, അത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണമായി മുഴ മാറി സൗഖ്യപ്പെട്ടതിനും അമ്മയ്ക്കൊരു ചെറിയ ഭവനം, അത് കൃപാസനമെന്ന പേരിൽ തന്നെ നിർമ്മിച്ചു കൊടുക്കുവാൻ ആ സഹോദരിക്ക് സാധിച്ചതിനെയും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ അമ്മ അവിടെ ജീവിക്കുന്നതിനെയും സാക്ഷ്യപ്പെടുത്തി. കുടുംബത്തിൽ ഒരുമിച്ച് പോകുവാനുള്ള വിസ ഈ നാളുകളിൽ അനുവദിച്ച് കിട്ടുകയും അത് അടുത്ത നാളിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ സഹായത്താൽ കുടുംബം ഒരുമിച്ച് വിദേശത്തേക്ക് പോകുന്നതിനെയും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. ജീവിതം ശുഭകരമാകുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം അൾത്താരയിൽ പങ്കുവെച്ചത്. ഏറെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയി. ഒത്തിരി കണ്ണീര് ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നു. ഒത്തിരി പ്രതിസന്ധി, മകൻ്റെ പഠനത്തിലാണെങ്കിലും സഹോദരിയുടെ പരീക്ഷ പാസ്സാകുന്നതിനാണെങ്കിലും അവിടെയുള്ള സാഹചര്യങ്ങളിൽ നന്നായി മുന്നോട്ട് പോകുവാൻ വേണ്ടി വഴിയൊരുങ്ങി കിട്ടുന്നതിനാണെങ്കിലും ഏറെ പ്രതിസന്ധികളൊക്കെയും ജീവിതത്തിലുണ്ടായിരുന്നു. പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും കാലഘട്ടങ്ങളിൽ നമ്മൾ ഉടമ്പടിയിൽ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ ഉടമ്പടിയിൽ ദൈവത്തിലെങ്ങനെ ശരണപ്പെടുന്നു? സഹോദരി ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈ അൾത്താരയിൽ ഞാനിന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ അമ്മ മാതാവും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലുള്ള എൻ്റെ വിശ്വാസവും ജീവിതവുമാണ്. എൻ്റെ ജീവിതം ഇന്ന് ഇത്ര കണ്ട് ആത്മീയമായി വളരുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും കാരണമായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അമ്മ മാതാവും എൻ്റെ ഉടമ്പടിയും മാത്രമാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി സഹോദരി ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, ഉടമ്പടി എന്നത് എന്തെങ്കിലും നാം ഒരു ദിവസം ഇവിടെ വന്ന് അല്പനേരം പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അച്ഛൻ്റെ വചനം കേട്ട് ഒരു നിയോഗങ്ങൾ എഴുതി അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് പോകുന്നതല്ല. ഓരോ നിമിഷവും ആ അമ്മ മാതാവിനോട്, ഈശോയോട് വിശ്വസ്തതയുള്ളൊരു ജീവിതം കൈമാറുന്നതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ വലുതായിരിക്കാം, ഒരു ദിവസം കൊണ്ട് തീരുന്നതായിരിക്കില്ല. അത് ഏറെ നാളായി പരിശ്രമിച്ചിട്ടും സങ്കടങ്ങളും പരാജയങ്ങളും രോഗദുരിതങ്ങളും മാത്രമേ നാം കാണുന്നുള്ളായിരിക്കും. എങ്കിലും ഉടമ്പടിയോട് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഈ ആലയത്തിൽ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ആരാധനയ്ക്ക് ദുരന്തങ്ങൾ വരുന്നു,
പ്രാർത്ഥിക്കണമെന്ന സന്ദേശം ജോസഫ് അച്ഛന് കൈമാറിക്കൊണ്ട് ആരൊക്കെ ഏതൊക്കെ ദുരന്തങ്ങളിലാണോ എല്ലാ ദുരന്തങ്ങളെയും ഈ ആലയത്തിലേക്ക് അമ്മ ക്ഷണിച്ചു വിളിക്കുകയാണ്, വിളിച്ചു വരുത്തുകയാണ്. അത് ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ്, ജീവിതം മാറ്റുന്നതിന് വേണ്ടിയാണ്, അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. തിരുക്കുമാരൻ്റെ കരങ്ങളിലേക്ക് ജീവിത വിഷയങ്ങളെ കൊടുത്തുകൊണ്ട് ഒന്നു മാത്രം അമ്മ ഉടമ്പടിയിൽ നമ്മോട് പറയും, അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ, അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. കാനായിലെ ഇല്ലായ്മയിൽ സന്തോഷം തിരികെ കൊടുത്ത അമ്മ നമ്മളോട് പറയുന്നത്, നിൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകൾ എന്താണോ, നിൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തം എന്താണോ, എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്, ഞാനത് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി എൻ്റെ മകൻ്റെ കൈകളിൽ കൊടുക്കും. പക്ഷേ അവൻ പറയുന്നത് പോലെ ജീവിക്കണം. അവൻ പറയുന്നത് പോലെ ജീവിച്ചാൽ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയും നമുക്ക് ശുഭകരമായി മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഒന്നിനു പിറകെ ഒന്നായി ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. നമ്മുടെ ജീവിതങ്ങൾ ശുഭകരമാകുന്നതിന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.